ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾ തമ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഞാൻ സുമലതയുടെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അബദ്ധമാവുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. എന്നാലും എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്യുന്നതാണ്. വളരെ സിമ്പിൾ മിനിമൽ മേക്കപ്പ് ഒക്കെ ഉള്ളൊരു ലുക്കാണ്. തൂവാന തുമ്പികളിലെ ആ ഒരു റൂമിൽ നിന്നിട്ടുള്ള ആ ഒരു പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ലാലേട്ടനുമായിട്ടുള്ള ജനാലയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനകത്ത് ഉള്ള ഒരു റെഡ് ബ്ലൗസും ബ്ലാക്ക് സാരി, ആ ഷോളും ഇട്ടിട്ടുള്ള ഒരു ഹാഫ് സാരിയാണത്. അപ്പോൾ റെഡ് ബ്ലൗസാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എക്സാക്റ്റ് റെഡ് കിട്ടിയിട്ടില്ല. അമ്മയുടെ ഒരു മെറൂൺ ബ്ലൗസ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയിൻ ബ്ലാക്ക് ഷോളും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷോളാണ് കേട്ടോ. എനിക്ക് ഈ ഷോൾ ഭയങ്കര ഇഷ്ടമാണ്. പ്ലെയിൻ ബ്ലാക്ക് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ പുള്ളികളൊന്നും ഇല്ലാതെ ഈ ബ്ലാക്ക് മാത്രമായിട്ട് വന്നിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയേനെ. പക്ഷെ എന്നിരുന്നാലും ഈ ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ, എനിക്ക് ഇതുവരെ ഞാൻ ആ ചുരിദാർ തയ്പ്പിച്ചിട്ടില്ല. ആരാ ഗിഫ്റ്റ് തന്നതെന്നും എനിക്കറിയില്ല. പേരൊന്നും എഴുതാത്തൊരു ബോക്സിലായിരുന്നു. സോ ഈ ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചുരിദാറിൻ്റെ ഉടനെ ഞാൻ ആ സ്റ്റിച്ച് ചെയ്യും ആ ചുരിദാർ. അപ്പോൾ എന്തായാലും ആദ്യം ഈ ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താവും എന്ന് എനിക്കറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിനാദ്യമായിട്ട് ഈ ഫൗണ്ടേഷന് കാര്യങ്ങളൊന്നും ഇതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര സിമ്പിൾ മിനിമൽ ലുക്കാണ്. സോ ഞാനിവിടെ ആകെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ ഏത് മേക്കപ്പ് ലുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫേസ് വാഷ് ചെയ്തിരുന്നു, അപ്പോൾ അതിനുശേഷം മോയ്സ്ചറൈസർ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ റാഷേലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. സോ അതിട്ട് കൊടുക്കും. മോയ്സ്ചറൈസർ ഇടുക. പിന്നെ ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലുക്കിന് വേണ്ടി സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ എന്താണോ ഡെയിലി ചെയ്യുന്നത്, നമ്മുടെ ഡെയിലി ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഇടില്ലല്ലോ. മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും, ഒരു ടാൽക്കം പൗഡർ ഇടും. ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ ദുരവസ്ഥയായി തീർന്നിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതും ഡോക്ടർ റാഷേലിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേണ്ട, ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ ടോപ്പിക്കിൽ നിന്ന് പോവും. കാരണം എൻ്റെ മേക്കപ്പ്, ഈ ബ്യൂട്ടി കെയർ പ്രോഡക്ട്സിനെ, ഫേസിൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറ്റി അത് പറഞ്ഞു കഴിഞ്ഞാൽ ചടപ്പായി പോകും എന്നല്ല, അത് ശരിയല്ല. കാരണം നമ്മൾ ഈ വീഡിയോ എന്തിനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മാത്രം നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ കാര്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കും. സൺസ്ക്രീൻ എന്തായാലും ഞാൻ രാവിലെ ഇട്ട് കൊടുക്കുമ്പോൾ, ഞാൻ രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ ഞാൻ സൺസ്ക്രീൻ ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും സൺസ്ക്രീൻ ഒന്നും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. കാരണം നമ്മുടെ മുഖത്തെ പാടുകളൊന്നും വരാതെ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. ഇതിങ്ങനെ ടിൻറ്റഡ് ഒന്നും അല്ല കേട്ടോ. നമ്മളത് തേക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സെറ്റ് ആയിക്കോളും. അധികം ടിൻറ്റൊന്നും തരുന്നതല്ല, ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് തരും. സത്യം പറഞ്ഞാൽ അതിനകത്ത് ആ സുമലതയുടെ ലുക്ക് ഒരു നാച്ചുറൽ ലുക്കാണ്. ഓവർ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ കണ്ണുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നല്ലോണം വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മേക്കപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലുക്ക് മാറിപ്പോവും. സോ ഞാനിവിടെ അങ്ങനെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻചാൻഡറിൻ്റെ ലാവൻഡർ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ
ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ സ്വഭാവമുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ കുളി കഴിഞ്ഞിട്ട് വന്ന് വെറുതെ ടാൽക്കം പൗഡർ ഇടുക എന്നാണ്. അത്ര നല്ല ഹാബിറ്റ് അല്ല. കാരണം ഈ പൊടിയൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചു കയറ്റുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇഷ്യൂസൊക്കെ വരും. പക്ഷെ എന്നിരുന്നാലും ഞാനിത് ചെയ്യും. എനിക്കതൊരു എൻ്റെ ഒരു സ്വഭാവമായി പോയി. സോ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് ഇടണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓവറായിട്ട് ഇടുമ്പോഴേ ഒരു ഇങ്ങനെ ഭയങ്കര ആ ലുക്കിന് ചേരാത്ത പോലെ തോന്നും. നമുക്ക് മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി ഇതിനകത്ത്. ഈശ്വര, ഇത് ശരിയായില്ലെങ്കിൽ ആരും ഒന്നും കളിക്കരുത്. ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സുമലതേനെ പോലെ തന്നെ ആവാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം ഓരോ ആളുകളുടെയും ജനറ്റിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് എന്താ പറയുക ഡിഫറെൻ്റ് ആണ്. ഇപ്പം സുമലതയുടെ പിരികം, മൂക്ക്, കണ്ണ്, ചുണ്ട് എല്ലാം വേറെയാണ്. ഇപ്പം എൻ്റെ ആണെങ്കിലും വേറെയാണ്. അപ്പോൾ ഒരിക്കലും ഒരാളെ പോലെ നമുക്ക് എക്സാക്ട്ലി ഒന്നും അങ്ങനെ തന്നെ ആവാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം അവരുടെ പോലെ ആ ഒരു ലുക്കിൽ നമ്മൾ ഒരുങ്ങുക, ആ പോസ് കറക്റ്റായിട്ട് അതുപോലെ ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എക്സാക്ട്ലി നമുക്ക് സുമലതേനെ പോലെ തന്നെ ആവാൻ പറ്റാൻ അതും നടക്കുന്ന കാര്യമല്ല. ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ വന്നിങ്ങനെ ഓരോരുത്തരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ബോധം കിട്ടും. അതുപോലത്തെ മോശം കമൻസ് ആണ്. ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരെ പോലെയാണ് ഇരിക്കുന്നതെന്നോ അവരെ പോലെ തന്നെ എക്സാക്ട്ലി നമ്മൾ ചെയ്യുന്നതെന്നോ ഒന്നുമല്ല. അതുപോലെ അവർ ഒരു പെർട്ടിക്കുലർ മൂവിയിൽ ചെയ്ത ലുക്ക് അല്ലെങ്കിൽ പെർട്ടിക്കുലർ പിക്കിൽ അവർ ചെയ്ത ലുക്ക് നമ്മൾ ജസ്റ്റ് അതുപോലെ ആക്കാൻ നോക്കുന്നു, അത്രയും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ പൗഡർ ഇട്ടു. ഇനി ഞാൻ ശില്പയുടെ ബ്ലാക്ക് കളർ പൊട്ടാണ് കേട്ടോ തൊട്ട് കൊടുക്കുന്നത്. ഈ ശില്പയുടെ പൊട്ട് തീർന്നു, ഐടെക്സിൻ്റെ ആണ് ഇപ്പോൾ എടുക്കുന്നത്. എനിക്ക് ശില്പയുടെ പൊട്ടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഐടെക്സും യൂസ് ചെയ്യും, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് ശില്പയുടെ പൊട്ടാണ്. എന്താണെങ്കിലും ഞാൻ ബ്ലാക്ക് പൊട്ടാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളൊക്കെ സുമലതയുടെ ആ ലുക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് തോന്നി. സോ അതാണ്. ഞാൻ എപ്പോഴും പൊട്ട് ഫോർഹെഡിലാണ് കേട്ടോ വെക്കാറ്. എന്തായാലും ഇപ്പം ഇന്ന് കുറച്ചുകൂടി കയറ്റിയാണ് ഞാൻ സാറ് തൊടാറ്. ഇന്ന് എന്തായാലും ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ അതിനകത്ത് അവർ പിരികം എഴുതി കുളമാക്കേണ്ട ആവശ്യമില്ല ഈ ലുക്കിന്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം പിരികമുള്ള ആളാണ്. പിന്നെ ഞാൻ ത്രെഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിരികം ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതൽ ഞാൻ കിടന്ന് പണിയുന്നില്ല. ഓക്കെ, ഇനി കണ്ണെഴുതി കൊടുക്കുക എന്നുള്ളതാണ്. കണ്ണ് നല്ല കട്ടിക്ക് അടിഭാഗത്ത് എഴുതി കൊടുക്കുക. മുകളിൽ അത്ര ഒന്നും ചെയ്യേണ്ട, ഐലൈനറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്ത് മുകളിൽ അത് വൃത്തികേടാക്കേണ്ട ലുക്ക്. സോ താഴത്ത് നല്ല കട്ടിക്ക് നമ്മൾ ഹിമാലയയുടെ കാജലാണ് ഞാനതിന് യൂസ് ചെയ്യുന്നത്. കുറച്ചൊരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു കാജലാണിത്. കുറച്ചിങ്ങനെ സ്മഡ്ജ് ചെയ്തൊക്കെ എഴുതാൻ അതിനകത്ത് ഇങ്ങനെ പടർന്ന ലുക്കാണത്. മീൻസ് ഇങ്ങനെ നീറ്റായിട്ട് കണ്ണെഴുതുന്ന ആ ഒരു ടൈപ്പിലല്ല, അതിനകത്ത് കുറച്ചൊന്ന് സ്മഡ്ജ് ചെയ്തൊക്കെ പോകണം. ഇങ്ങനൊരു മീൻസ് ഓവറായിട്ടൊരു ഫിനിഷിങ്ങോ കാര്യങ്ങളോ അതിന് ആവശ്യമില്ല. കുറച്ചൊന്ന് നീട്ടി കൊടുക്കുക പുറത്തേക്ക്. ദെൻ ഇതുപോലെ തന്നെ ഈ സൈഡിൽ എഴുതി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഹിമാലയയുടെ കാജൽ. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്ത് വരുന്നതാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈം മുതൽ ഉപയോഗിക്കുന്നൊരു കാജലാണ്. പിന്നെ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കും. ബേബി ലിപ്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്,
സെയിം സുമലതയുടെ ആ ഒരു ലുക്കിൽ ബാങ്ക്സ് ഉണ്ട് ഫ്രണ്ടിൽ. സെയിം അതുപോലെ തന്നെ എനിക്കും ബാങ്ക്സ് ഉണ്ട്, പക്ഷെ കുറച്ച് ആ ബാങ്ക്സ് വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക്. അപ്പം കമ്മൽ അത്ര ഫോക്കസ് ചെയ്ത് ഇതിനകത്ത് കാണിക്കുന്നില്ല. എന്നിരുന്നാലും ഞാൻ വേറെ കമ്മലൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ കമ്മൽ തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഡ്രസ്സും കൂടി ഇട്ടിട്ട് നമുക്ക് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓവറായിട്ട് ഒരിക്കലും ഓവറായിട്ട് നല്ല പെർഫെക്റ്റ് ആകുമെന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹത്തിന് വെറുതെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇത് ഈ 3 ഫോട്ടോസും ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ മുടി കെട്ടി വെച്ചിട്ടുള്ള ലുക്ക് ഞാൻ കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ എൻ്റെ ഫേസിന് ചേരാത്തതുപോലെ തോന്നി. എൻ്റെ കുറച്ചും കൂടി ഒരു വട്ടം മുഖമാണ്, അതുകൊണ്ട് എനിക്കത് അത്ര സ്യൂട്ടാവാത്ത തോന്നി. എനിക്ക് കുറച്ചും കൂടി വണ്ണം ഉള്ളതുകൊണ്ടും അത് സ്യൂട്ടാവാത്തതുകൊണ്ട് അത് മാറ്റി മുടി അഴിച്ചിട്ട് തന്നെ ഞാൻ എടുത്തു. ഇത്രയൊക്കെ തന്നെ ചെയ്തുള്ളൂ. ശരിയായിട്ടുണ്ടോ എന്നറിയില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ വെറുതെ ഒരു രസത്തിന് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ സുമലതേനെ പോലെയാണ് ഞാൻ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വെറുതെ എൻ്റെ ഒരു രസത്തിന്, ഒരു ആഗ്രഹത്തിന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്